കാസർഗോഡ് നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡ് വികസിപ്പിക്കുന്നതിനായി കെട്ടിട ഉടമകൾ സ്ഥലം വിട്ടുനൽകാൻ സന്നദ്ധത അറിയിച്ചു. MLA-യുടെയും നഗരസഭാ അധ്യക്ഷയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് നിർണായക തീരുമാനം. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ, കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഉപ്പള, കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും നാട്ടുകാരുടെയും ദൈനംദിന ജീവിതത്തെ ഒരുപോലെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ഗതാഗതക്കുരുക്കിന് ഒടുവിൽ ശാശ്വത പരിഹാരമൊരുങ്ങുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നഗരത്തിലെ പ്രധാന പാതയായ MG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മുൻവശത്താണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനുള്ള ആദ്യഘട്ട നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ, നഗരസഭാ ചെയർപേഴ്സൺ ഷായിന സലീം എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടിട ഉടമകളുമായി ചർച്ച നടത്തി. തങ്ങൾ സ്ഥലം കയ്യേറിയിട്ടില്ലെന്നും എന്നാൽ നാടിന്റെ വികസനത്തിനും ഗതാഗത പ്രശ്ന പരിഹാരത്തിനുമായി റോഡിനാവശ്യമായ സ്വന്തം ഭൂമി വിട്ടുനൽകാൻ തയ്യാറാണെന്നും കെട്ടിട ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KM ഹനീഫ്, കെട്ടിട ഉടമകളെ പ്രതിനിധീകരിച്ച് കരീം, UK യൂസഫ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികളും കെട്ടിട ഉടമകളും സംയുക്തമായി സ്ഥല പരിശോധന നടത്തി. സ്ഥലം വിട്ടുലഭിച്ചാൽ ഡ്രെയിനേജും ഫുട്പാത്തും ഉൾപ്പെടെ ആധുനിക രീതിയിൽ റോഡ് നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് MLA ഉറപ്പു നൽകി. ദിവസങ്ങൾക്ക് മുൻപ് MG റോഡിലുണ്ടായ വാഹനാപകടത്തിൽ വ്യാപാരിയും തളങ്കര സ്വദേശിയുമായ ഹനീഫ മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ വേഗത്തിലാക്കിയത്. വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി ഇതിനകം ചർച്ച നടത്തിയതായും അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിച്ചതെന്നും MLA വ്യക്തമാക്കി. മന്ത്രി ഉടൻ തന്നെ നിർദ്ദിഷ്ട പ്രദേശം സന്ദർശിക്കും. വരും ദിവസങ്ങളിൽ സമീപത്തെ മറ്റ് കെട്ടിട ഉടമകളെയും വിളിച്ചു ചേർത്ത് ചർച്ച നടത്താനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.